അതെ, ചില കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള നല്ല ഒരു മണം ഇങ്ങനെ പരക്കാറില്ലേ? ചിലപ്പോൾ അടുത്തുള്ള വീട്ടുകാർക്ക് പോലും മനസ്സിലാവും ആ കറി നമ്മുടെ വീട്ടിലുണ്ടാക്കിയെന്ന്. അങ്ങനെ ഒരു കറിയാണ് ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി എന്ന് ഞങ്ങൾ നാട്ടിൻപുറത്തുകാർ വിളിക്കുന്ന കറി. ഇത് എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്നതാണ്. ഞാൻ നേരത്തെ ഒരു പുളിയിഞ്ചി റെസിപ്പി ഇട്ടായിരുന്നു, ശർക്കരയൊക്കെ ചേർത്ത്. അത് യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിലെ സദ്യയിൽ ഉണ്ടാക്കുന്നൊരു കറിയാണ്. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കറി അങ്ങനെയല്ല. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കാതിരിക്കത്തില്ല. നല്ല ടേസ്റ്റാണ്. റെസിപ്പിയിൽ കുറച്ച് സമയം കൂടുതലെടുത്തെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കണം. അതേപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ അവസാനം നല്ല ടേസ്റ്റിൽ ഇത് കിട്ടണമെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടെങ്കിലും ഞാൻ പറഞ്ഞിരിക്കണം. പിന്നൊരു കാര്യം, ഞാനിതിൽ കുറച്ചൊക്കെ പെട്ടെന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ ഈ കറി വെച്ച് ശരിയാവത്തില്ല. അപ്പം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് കൊള്ളാതാവും. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു 3-4 ടിപ്സും കൂടെ ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞുതരാം. ഒന്ന്, ഞാനിവിടെ ചെറു നാരങ്ങ വലുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പിഴുപുളി എടുക്കുമ്പോൾ ആ പുളി നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിൽ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇട്ട് വെക്കണം. എന്നിട്ട് അത് പുളിവെള്ളം നമ്മൾ അരിച്ചാണ് എടുത്ത് ഒഴിക്കുന്നത്. അതെടുക്കുമ്പോൾ നിങ്ങൾ മൊത്തം അങ്ങ് ഒഴിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ആ കറിയുടെ ഒരു പുളി രുചി നോക്കിയിട്ട് വേണം ആദ്യം ഒന്ന് ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്തായാലും ഇഞ്ചിപ്പുളിക്ക് ലേശം പുളി മുന്നിട്ട് നിൽക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, കായം ഉലുവ എന്നിവ ഒരുപാട് കൂടാൻ പാടില്ല. അത് ഒരു അതൊരു ടേസ്റ്റിൽ വ്യത്യാസം വരും. അതുപോലെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത കറി ആയതുകൊണ്ട് ഒരുപാട് എരിവൊന്നും വേണ്ട. അപ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കണം. ഞാനിവിടെ ഒരു പച്ചമുളക് എരിവുള്ളതാണ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ചേർത്തും ചേർക്കാതെ ഞാനിത് ഉണ്ടാക്കാറുണ്ട്. ഈ റെസിപ്പിയിൽ മല്ലിപ്പൊടി ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതുപോലെ മല്ലിപ്പൊടി ചേർക്കാത്ത വേറൊരു റെസിപ്പി ഉണ്ട്. ഞാൻ ഈ ഇഞ്ചിപ്പുളി തന്നെ ഒരു 4 രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. ആ 4 റെസിപ്പി ഞാൻ ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇട്ടിരിക്കും. കാരണം ഇത് നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്ന ഒരു റെസിപ്പിയാണ്. ചൂട് ചോറിൻ്റെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെന്താ, ഇത്രയൊക്കെ ടിപ്സ് നിങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി വെക്കും. ഒരുപാട് കറിയൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റോടെ ചോറ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. ഒരു കാര്യം കൂടെ, ഇഞ്ചിക്ക് നമ്മൾ അരച്ചെടുക്കുമ്പോൾ എന്തായാലും ഇഞ്ചിക്ക് ഒരു എരിവുണ്ട്. ഇഞ്ചി അരച്ചത് ചേർക്കുമ്പോഴായാലും എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടിയുടെ അളവ് അവിടെ കുറച്ച് കേട്ടോ. ഇഞ്ചിയുടെ എരിവും മുളക് പൊടിയുടെ എരിവും കൂടെ കൂടിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴൊക്കെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാനിലോ ചീനിച്ചട്ടിയിലോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വറുത്തെടുക്കണം. അപ്പോൾ വട്ടത്തിലാണ് ഇഞ്ചി അരിയേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 150 ഗ്രാം ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഈ കറി വെക്കാം. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഒഴിച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വട്ടത്തിലരിഞ്ഞ 150 ഗ്രാം ഇഞ്ചി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നല്ല ക്ഷമയോടുകൂടി ചെറിയ ഫ്ലെയിമിലിട്ട്, എന്നാൽ ലോ ഫ്ലെയിം അല്ല, അതിലും കുറച്ചും കൂടെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നതിനും വരെ വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. ഇഞ്ചി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ മൊത്തം ടേസ്റ്റ് പോവും. അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നിന്ന് ഇത് വറുത്തെടുക്കണം കേട്ടോ. അപ്പം 150 ഗ്രാം ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വലിയ കഷ്ണം, ഒരു ചെറിയ കഷ്ണത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഏകദേശം ആ ഒരു ഇതിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ ഫ്രൈ ആവണം കേട്ടോ. കരിഞ്ഞു പോയിരുന്നാൽ മതി.
നല്ലതുപോലെ ഫ്രൈ ആയാലും ഇത് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. 150 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഞ്ചി വറുത്ത് കോരുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ. ഇനി നമുക്ക് ഓഫാക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാമേ. ഈ ഒരു പരുവത്തി വേണം. ഞാനിവിടെ തീ ഓഫാക്കി കേട്ടോ. അപ്പോൾ ഞാനിവിടെ തീ ഓണാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതേ എണ്ണയിലേക്ക് തന്നെ 1/4 കപ്പോളം വരുന്ന തേങ്ങാക്കൊത്ത്, അതായത് ഇഞ്ചിക്കറിക്കൊക്കെ തേങ്ങ കൊത്തെന്ന് പറയുമ്പോൾ നല്ല ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. കണ്ടോ, ഇതേപോലെ ചെറുതായിട്ട്. അപ്പം 1/4 കപ്പോളം ഉണ്ട്. ഇത് അളവ് കപ്പിന് എടുക്കുകയാണെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇതേപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ വറുത്ത് കോരാമേ. അപ്പോൾ എണ്ണ നല്ല ചൂടായി കിടക്കുവായണ്ടേ പെട്ടെന്ന് കരിഞ്ഞു പോരുത്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത് തന്നെ വറുത്ത് കോരാം കേട്ടോ. ഇപ്പോൾ തേങ്ങ നല്ലതുപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്ത് കോരാം. ഇത് ഏകദേശം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പിഴുപുളി അല്ലെങ്കിൽ വാളംപുളി എന്ന് പറയും. ഇത് ഞാൻ കുറച്ച് ചൂട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇട്ട് വെച്ചേക്കണം. ഇഞ്ചിപ്പുളി എന്ന് പറയുമ്പോൾ അതിനകത്ത് പുളി അത്യാവശ്യമാണ്. ഞാൻ ഈ വറുത്ത് ഒരു ഇഞ്ചി ചൂടാറിയിട്ട് ചെറിയ ചൂടോടെ തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ വറുത്ത തേങ്ങ അല്ലാതെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വറുത്ത് കോരിയ അതേ എണ്ണ തന്നെ അതേ ചീനച്ചട്ടിയിൽ തന്നെ വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചു. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1 തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. ഇതിപ്പോൾ എരിവുള്ളതാണെങ്കിൽ 1 മതി, എരിവില്ലാത്തതാണെങ്കിൽ 2 എടുത്തു കേട്ടോ. ഒരു കൈപ്പിടിയോളം കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞത്. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതായത് നമ്മൾ തേങ്ങയൊക്കെ വറക്കുന്നത് പോലെ തന്നെ തേങ്ങയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആവത്തില്ല, നല്ല ചുവക്ക വരത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു കൊച്ചുള്ളിയും നല്ലതുപോലെ വഴണ്ട് കിട്ടണം. അപ്പം അതുവരെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോരുത്, അടുത്ത് നിന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ ഈ ഒരു പരുവത്തിൽ നല്ല ചുവക്ക വറുത്തെടുക്കണം. അപ്പോൾ ഇത് ലൈറ്റിൻ്റെ നിറത്തിലാണെങ്കിൽ ഇങ്ങനെ ഡാർക്ക് ബ്രൗൺ നിറത്തിൽ കാണുന്നത് കേട്ടോ. ഇത് കറക്റ്റ് പരുവമാണ്. അപ്പോൾ ഞാൻ തീ ഇവിടെ വളരെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഈ പൊടികളൊന്നും കൂടരുത് കേട്ടോ. ഒരു നുള്ള് ഉലുവാപ്പൊടി, ഒരു നുള്ള് മതി കേട്ടോ, അതായത് 1/4 ടീസ്പൂണിലും താഴെ. 2 നുള്ള് കായത്തിൻ്റെ പൊടി എന്ന് പറയുമ്പോൾ ഏകദേശം 1/4 ടീസ്പൂണ്. അപ്പോൾ പൊടികൾ ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കുവാണ്. ഇഞ്ചി ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ ചൂടോടുകൂടി പൊടിക്കുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ചൂട് നല്ലപോലെ ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിക്കാൻ പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു തൊടുകറിയാണ്. പക്ഷേ ഇതിനകത്ത് ഇത്രയും വെള്ളം പോരാ, നമ്മൾ ഇനി വെള്ളം ഒഴിക്കണം. അതിനെന്ത് ചെയ്യണമെന്നറിയോ? സാധാരണ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ആ ഇഞ്ചി പൊടിച്ച മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കണം, നല്ലതുപോലെ തിളയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേവി നല്ല കുറുകുന്ന, അതായത് നല്ല കട്ടിയാവുന്ന ഒരു പരുവമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പുളിവെള്ളം ചേർത്തില്ലേ, അതൊരു 1/2 കപ്പ് പുളിവെള്ളമുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു 2-2.5 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നോക്കി വേണം ചേർക്കാൻ. ഒരു 3 കപ്പ് വെള്ളം വരെ ചേർത്താലും കുഴപ്പമില്ല. ഇത് തിളച്ച് കുറുകുമ്പോൾ കറിയുടെ ആ കറക്റ്റ് പരുവായിരിക്കും കേട്ടോ. ഇതിന് ഞാനിത് അടച്ച് വെക്കാൻ പോവാണ്. അടച്ച് വെച്ചിട്ട് ഒരു നല്ലതുപോലെ കുറുകുന്ന ഒരു പരുവം, അതായത് ഗ്രേവി നല്ല കട്ടിയാവുന്ന പരുവം വരെ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പം എന്നിട്ട് ആ കുറുകുന്ന സമയത്ത് എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞു വരും. അതാണ് അതിൻ്റെ കറക്റ്റ് വരും. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി, നമുക്കിനി ഒന്ന് അടുപ്പ് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എണ്ണ തെളിഞ്ഞ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിടെ തീ ഓഫാക്കാം. ഇപ്പോൾ
തീ ഓഫാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. ഇതിലിപ്പം ചേർത്തിരിക്കുന്ന ഉലുവാപ്പൊടി, കായപ്പൊടി ഇതൊക്കെ കറക്റ്റ് പരുവമാണ് കേട്ടോ. അതായത് ഒരുപാടൊന്നുമില്ല. ഒരുപാട് അത് രണ്ടും ആയിപ്പോയി കഴിഞ്ഞാൽ കറിക്കൊരു ചുവയായിരിക്കും. അതുപോലെ എരിവ് കൂടാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോൾ തീ ഓഫാക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ പുളിരുചിയുടെ കാര്യം, ഇപ്പം ഞാനൊരു വലിയ നെല്ലിക്ക അല്ലെങ്കിൽ ഒരു ചെറു നാരങ്ങയുടെ വലിപ്പത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൽ നിങ്ങൾ പുളി നോക്കിയിട്ട് വേണം ചേർക്കാൻ. പുളിവെള്ളം ഒഴിച്ചാലും ഒരുപാട് കൂടിപ്പോരുത്. അപ്പം ഞാനാണെങ്കിൽ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അത് കറക്റ്റ് പരുവായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഉപ്പും എരിവും എല്ലാം കറക്റ്റായിരിക്കണം. പിന്നെ മല്ലിപ്പൊടി ചിലർ ചേർക്കത്തില്ല, ചിലർ മല്ലിപ്പൊടി ചേർക്കും. ഇപ്പം ഞാൻ മല്ലിപ്പൊടി ചേർക്കാൻ കാരണം നമ്മുടെ ഇതിൻ്റെ അകത്ത് വേറെ കട്ടിക്ക് സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഉള്ളി വഴറ്റിയിട്ടതും ഇഞ്ചി അരിഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി മല്ലിപ്പൊടി ആകുമ്പോൾ ഗ്രേവിക്കൊരു കുറുകിയ ഒരു രീതി വരും മല്ലിപ്പൊടി ചേർക്കുമ്പോഴേ. മല്ലിപ്പൊടി ചേർത്തുണ്ടാക്കിയാൽ ഇത് ചീത്തയായി പോകത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ചിലരൊക്കെ ശർക്കരയും പഞ്ചസാരയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഈ കറിക്കകത്ത് ഞാൻ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കത്തില്ല. നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് ശർക്കര ചേർക്കുന്നവരുണ്ടെങ്കിൽ ശർക്കര ചേർത്തോ. പക്ഷേ എനിക്കിതിൽ ശർക്കര ചേർത്താൽ ടേസ്റ്റ് ഇഷ്ടമല്ല ഈ ഒരു കറിക്കകത്ത്. ഇത് പണ്ടുപോലെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നൊരു കറിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഈ കറിക്ക് നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഒരു 5 മുതൽ 6 ദിവസം വരെ ഇത് പുറത്ത് വെച്ചേക്കാൻ പറ്റും. യാതൊരു കുഴപ്പമില്ല, ചീത്തയാകത്തില്ല. നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ചൂടാക്കുക ഒന്നും വേണ്ട, അങ്ങനെ തന്നെ എടുത്ത് യൂസ് ചെയ്യാം. യാതൊരു കുഴപ്പവും സംഭവിക്കത്തില്ല. ഒരു തൊടുകറി പോലെയാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഇത് ഒരു 1.5 മാസം വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, കേടാകത്തില്ല. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ, അതുകൊണ്ടാണ് പറഞ്ഞു തന്നെ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിപ്പം നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഇത് കറക്റ്റാണ് കേട്ടോ. അതിനകത്ത് ഒന്നും കൂടുതലും ഇല്ല കുറവുമില്ല, ആ ഒരു പരുവാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ചോറുണ്ണാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാനിത് സാധാരണ ഉണ്ടാക്കാറില്ല ഇങ്ങനെയുള്ള കറികൾ, കാരണം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ചോറ് കഴിക്കാൻ തോന്നിപ്പോവും. നമ്മുടെ ഉള്ളിപ്പുളി പോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഇഞ്ചിപ്പുളി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ ഇത് നല്ല ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ. ഇതൊരു കറക്റ്റ് പരുവാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് തൊടികറി പോലെ ഇങ്ങനെ 2 സ്പൂൺ അല്ലെ 1 സ്പൂണൊക്കെയാണ് ഒഴിച്ച് നമ്മൾ ചോറിൻ്റെ സൈഡിൽ വെച്ച് കഴിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. വീണ്ടും അടുത്ത ഒരു അടിപൊളി റെസിപ്പിയിൽ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.